ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തിരിച്ചടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചരിത്രത്തിലില്ലാത്ത തോൽവിയാണ് CPM-ന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. ഈ ഷാപ്പ് വീണ്ടും പൂട്ടിക്കാൻ ചില ഗൂഢാലോചനകൾ നടക്കുന്നതായി കേട്ടു. ഇത് ജനപിന്തുണയോടുകൂടി നടത്തുന്ന ഷാപ്പാ. ഇവിടുത്തെ വെള്ളം കൂടി മുട്ടിക്കാവുന്ന ആരേലും കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് പൊട്ട ഷാപ്പിൽ പോയി പറഞ്ഞാൽ മതി. സ്വാഭാവികമായിട്ടും അവർക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന്റെ പ്രതിഫലനവും ഇത് ഞാൻ ഒന്നിനോട്ട് കൊള്ളുകയില്ല. ചുമ്മാ വായിട്ട് വളവളവള അടിച്ചോണ്ടിരിക്കുകയും ചെയ്യും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത നിലയാണ് ഉണ്ടായത്. എന്നാ പൂട്ടിട്ട് പോവാൻ പാടില്ലേ? സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചെല്ലാം ഒരു രൂപരേഖ തയ്യാറാക്കി. പക്ഷേ ആ രേഖ എന്റെ കയ്യിൽ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തി പോകാൻ കഴിയണം. അതിലേറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, വർഗപരമായിട്ട് തന്നെ മുൻഗണന നൽകുക എന്നുള്ള നിലപാടും സ്വീകരിക്കണം. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ നയം രൂപീകരിക്കുമെന്നും MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.